നിൽക്കുന്ന കണക്കനുസരിച്ചാണെങ്കിൽ 50,000-ഓളം പേര് ഇവിടെ എത്തുമെന്നുള്ളതായിരുന്നു BJPയുടെ ഒരു കണക്കൂട്ടൽ തന്നെ. അത്രത്തോളം ആളുകൾ തന്നെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. വലിയ തരത്തിലുള്ള ആവേശം ഈ പ്രവർത്തകർക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ പറഞ്ഞ സമയത്തിന് തന്നെ നേരത്തെ ചെറിയൊരു മാറ്റം വന്നിരുന്നു. അത് 7:15 എന്ന് പറഞ്ഞിരുന്നത് കൃത്യം അരമണിക്കൂറിന്റെ വ്യത്യാസം മാത്രമാണ് വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോയില്ല. 8 മണിയോടുകൂടി തന്നെ ഈ റോഡ് ഷോ അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും പോലീസും SPGയും തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം അങ്ങനെയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ കൃത്യമായിട്ടും നരേന്ദ്രമോദിക്കൊപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന 10,000-കണക്കിന് ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ 1.25 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഷോ അവസാനിപ്പിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തം, വലിയ തരത്തിലുള്ള ആവേശം ഈ പ്രവർത്തകർക്കുണ്ട്. നമ്മൾ രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് തുടക്കമായിരിക്കുന്നു. KPCC ജംഗ്ഷൻ മുതൽ ഗസ്റ്റ് ഹൗസ് വരെ 1 കിലോമീറ്റർ 300 മീറ്റർ ദൂരത്തിലായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. KPCC ജംഗ്ഷനിൽ നിന്നാണ് ഇപ്പോൾ റോഡ് ഷോയ്ക്ക് തുടക്കമായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. റോഡിന് ഇരുവശത്തുമുള്ള പ്രവർത്തകർ ആവേശത്തോടെ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ജയ് വിളിക്കുന്നുണ്ട്. മോദി കി ജയ് മുദ്രാവാക്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. റോഡിന്റെ ഇരുഭാഗത്തു നിന്നും പ്രധാനമന്ത്രിക്ക് നേരെ പുഷ്പവൃഷ്ടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വലിയ ആവേശം, പ്രവർത്തകരുടെ ആവേശ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കൊച്ചി നഗരത്തിൽ പുരോഗമിക്കുന്നു. KPCC ജംഗ്ഷൻ മുതൽ ഗസ്റ്റ് ഹൗസ് വരെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടാകും. നാളെ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗുരുവായൂരിൽ പോകും. അതിനുശേഷം കൊച്ചിയിൽ തിരിച്ചെത്തി ഒരു പരിപാടിയിൽ പങ്കെടുക്കും. ഉച്ചയോടെ അദ്ദേഹം മടങ്ങുകയും ചെയ്യും. ഏതായാലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അദ്ദേഹത്തോടൊപ്പം തുറന്ന വാഹനത്തിലുണ്ട്. ശക്തമായ സുരക്ഷയ്ക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ രാഹുൽ വിജയനും S വിജയകുമാറും ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുലിലേക്ക്. ഉന്മേഷ്, വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി നരേന്ദ്രമോദിയെ കൊച്ചി സ്വീകരിക്കുകയാണ്. ഈ വീതി ഒന്നാകെ പുഷ്പാർച്ചന കൊണ്ട് ഈ പ്രവർത്തകർ വലിയ തരത്തിലുള്ള ആവേശം നിറയ്ക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നരേന്ദ്രമോദിക്കൊപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് ഒപ്പമുള്ളത്. വലിയ ജനപങ്കാളിത്തമുണ്ട്. വലിയ ജനങ്ങൾ ഈ റോഡിന്റെ ഇരുവശവുമായി നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ 1.25 കിലോമീറ്ററാണ് ഈ റോഡ് ഷോ ഉള്ളത്. അത് ഏകദേശം പകുതിയോളം തന്നെ പൂർത്തിയാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സാവധാനം എല്ലാ പ്രവർത്തകരും ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന വിധം വളരെ സാവധാനത്തിലാണ് ഈ വാഹനം, ഈ നരേന്ദ്രമോദി റോഡ് ഷോയുടെ വാഹനം കടന്നു വരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നിൽക്കുന്നു. എല്ലാവരും പുഷ്പങ്ങൾ എറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ആവേശകരമായിട്ടാണ് നരേന്ദ്രമോദിയെ കൊച്ചി സ്വീകരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. വൻ ജനാവലി തന്നെ ഈ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1.25 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ഷോ അല്പസമയത്തിനകം പൂർത്തിയാക്കും എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നു. കൃത്യസമയം പാലിച്ചുകൊണ്ട്, അതായത് നേരത്തെ ഒരു സമയക്രമം മാറ്റിയിരുന്നു, ആ സമയക്രമം പാലിച്ചുകൊണ്ട്, അതായത് 7:30